ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ ബിജെപിയിലേക്ക് പോയി. അതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാരുടെ മക്കളും അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും പോയി. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഇടുക്കിയുടെ മുൻ MLA ആയിരുന്ന സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് വിട്ട ഇടതുപക്ഷത്തിലേക്ക് പോയിരിക്കുകയാണ്. CPIഎമ്മിന്റെ ഭാഗമായി താൻ നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഫാസിസ്റ്റ് ശക്തികളോട് എതിർക്കുവാനുള്ള ശക്തി അത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്നും ഇന്ത്യ സഖ്യത്തിന് കരുത്ത് വർദ്ധിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് നിരവധി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു വിടണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഏകാധിപത്യത്തിന്റെ സ്വരമാണ് കോൺഗ്രസിലുള്ളത്. ജനാധിപത്യം കോൺഗ്രസിലില്ല. കാരണം VD സതീശനും K സുധാകരനും ചേർന്നാണ് അവിടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അതുകൊണ്ടാണ് താൻ കോൺഗ്രസ് വിടുന്നതും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെന്ന് അദ്ദേഹം പറയുന്നു. ശക്തമായ രീതിയിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് താൻ ഇറങ്ങുമെന്നും കോൺഗ്രസ് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഒരു യന്ത്രമായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന തരത്തിലേക്കുമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചത്. ഇന്ന് ഇടുക്കിയിലെ പ്രസ് ക്ലബ്ബിൽ ജില്ലാ സെക്രട്ടറിക്കൊപ്പമായിരുന്നു സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് വിട്ട് CPIഎമ്മിനോടൊപ്പം ചേർന്നത്. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ KSUവിലൂടെ വളർന്നു വന്ന KSUവിന്റെ സംസ്ഥാന സെക്രട്ടറിയായും സംസ്ഥാന ട്രഷററായും സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള നേതാവാണ് സുലൈമാൻ റാവുത്തർ. പിന്നീട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള 25 സമിതി അംഗത്തിൽ ഭാഗമായിരുന്നു സുലൈമാൻ റാവുത്തർ. അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു നേതാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹം CPIഎമ്മിന്റെ ഭാഗമായി പോകുന്നു. എന്തായിരിക്കും അദ്ദേഹത്തെ CPIഎമ്മിലേക്ക് ആകർഷിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടികളും വളരെ വ്യക്തമാണ്. ഞാൻ കോൺഗ്രസ് സുധാകരനും സതീശനും നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഞാൻ KPCC നിർവാഹക സമിതി അംഗമാണ്. അതാണ് എൻ്റെ പാർട്ടിയിലെ സ്റ്റാറ്റസ്. എൻ്റെ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ തുറന്നത്. അവിടെ ബൂത്തിലോ മണ്ഡലത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ ഒന്നും ഇലക്ഷൻ ഇല്ല. അവിടെ ഉമ്മൻചാണ്ടിയും രമേശും കൂടി തീരുമാനിക്കും. അവരുടെ കാലം കഴിഞ്ഞപ്പോൾ സുധാകരനും സതീശനും കൂടി തീരുമാനിക്കും. ഇടുക്കി ജില്ലയിൽ നിന്ന് 10 KPCC മെമ്പറാണ്. സുരേഷിനൊക്കെ അറിയാം. ആ 10 പേര് വന്നത് താഴെന്നല്ല. ആ 10 പേര് ഉമ്മൻചാണ്ടിയും രമേശും സതീശനും മറ്റേ സുധാകരനും ഒക്കെ കൂടി ഇന്നതാണ് 10. ആ 10ൽ സുലൈമാൻ റാവുത്തർ വേണോ വേണ്ടോ അവർ തീരുമാനിക്കും. ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്ന എല്ലാ വോട്ടർമാരും വളരെ കരുതലോടുകൂടി വേണം വോട്ട് ചെയ്യുവാൻ. കാരണം ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികളെ എതിർത്ത് തോൽപ്പിക്കുവാൻ കരുത്തുള്ള പാർട്ടി അത് ഇടതുപക്ഷം മാത്രമാണെന്നും ഇടതുപക്ഷത്തിനെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നിന്നും വിജയിപ്പിച്ച് വിടണമെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. 2021 മുതൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഒന്നും സജീവമല്ലാതെ എല്ലാ മുഖ്യധാരയിൽ നിന്നും പിൻവാങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സുലൈമാൻ റാവുത്തർ. തന്നെ പാർട്ടി ആവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു ഉപകരണം പോലെയാണ് പരിഗണിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷത്തിനോടൊപ്പം താൻ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം അത് കോൺഗ്രസിൽ ജനാധിപത്യം നിലനിൽക്കാത്തത് കൊണ്ട് തന്നെയാണ്. ജനാധിപത്യ ബോധ്യമില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത്തരത്തിൽ ജനാധിപത്യപരമായ ഒരു ചിന്തയുള്ളത് ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന ബോധ്യത്തിൻ്റെ പുറത്താണ് അദ്ദേഹം CPIഎമ്മിലേക്ക് ചേരുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് അതൊരു തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതും ഇടുക്കി പോലെ കോൺഗ്രസിന് ഏറ്റവും ബലമുള്ള ഏറ്റവും കരുത്തുള്ള ഒരിടത്തു നിന്നും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കോൺഗ്രസ് വിട്ട് CPIഎമ്മിലേക്ക് പോകുന്നു. അത് ഏതൊക്കെ തരത്തിൽ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് അത് ഏതൊക്കെ തരത്തിൽ വലിയ വെല്ലുവിളിയാകും, തിരിച്ചടിയാകും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. എന്നാൽ ഇടുക്കിയിൽ സുലൈമാൻ റാവുത്തർ മാത്രമാണ് ഇടുക്കിയിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് CPIഎമ്മിലേക്ക് പോയത്. തന്നോടൊപ്പം മറ്റ് അണികൾ ആരും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ സുലൈമാൻ റാവുത്തർ എന്ന മുൻ കോൺഗ്രസ് നേതാവിനെ കൊണ്ട്, സുലൈമാൻ റാവുത്തർ എന്ന മുൻ MLA കൊണ്ട് ഇടതുപക്ഷത്തിന് എന്തു ഗുണം എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം സുലൈമാൻ റാവുത്തറിന്റെ ഈ കൂറുമാറ്റത്തിലൂടെ, സുലൈമാൻ റാവുത്തറിന്റെ ഈ പാർട്ടി മാറ്റത്തിലൂടെ ഏത് പാർട്ടിക്കാണ് ഗുണകരമാകുന്നത്. അത് കേവലം ഒരു പാർട്ടി അംഗത്തെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് മാത്രമേ കോൺഗ്രസിനെ അത് ബാധിക്കുകയുള്ളൂ. ഇല്ല, അവിടെ ഒരു തവണ വിജയിച്ചു വന്ന MLA, ശക്തമായ ജനപിന്തുണയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവായ സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിലേക്ക് പോകുമ്പോൾ അത് ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് വലിയ ഗുണകരമാകുമോ? ഏതൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ ഇടതുപക്ഷത്തിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഏതായാലും വരും മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അറിയാം.